ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्ण करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते अथ काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃത ആദ്യ ലീല ഒന്നാമത്തെ അധ്യായം 36ാമത്തെ ശ്ലോകം മുതൽക്കാണ്. श्री रूप श्री सनातन भट्ट रघुनाथ श्री जीव गोपाल भट्ट दास रघुनाथ श्री रूप सनातन भट्ट रघुनाथ श्री जीव गोपाल भट्ट दास रघुनाथ। हरे कृष्णा हरे कृष्णा। श्री रूप सनातन भट्ट रघुनाथ श्री जीव गोपाल भट्ट दास रघुनाथ। हरे कृष्ण। थैंक यू. श्री रूप सनातन भट्ट रघुनाथ श्री जीव गोपाल भट्ट दास रघुनाथ। हरे कृष्ण प्रभु प्रणाम प्रभु. Hare Krishna, thank you, very bold. My instructing spiritual masters are Sri Rupa Goswami, Sri Sanatana Goswami, Sri Bhatta Raghunatha, Sri Jiva Goswami, Sri Gopala Bhatta Goswami, and Srila Raghunath Das Goswami. ഇത് വൃന്ദാവനത്തിലെ 6 പ്രധാനപ്പെട്ട ഗോസ്വാമിമാരുടെ പേരുകളാണ്. മഹാപ്രഭുവിന്റെ അനുയായികളാണ്, ഡിസൈപ്പിൾസ് ആണ്. ഒരുപാട് ഗോസ്വാമികളുണ്ട് പ്രധാനപ്പെട്ട, അതിൽ പ്രധാനപ്പെട്ട 6 ഭൂഗർഭ ഗോസ്വാമിയുണ്ട്, ലോകനാഥ് ഗോസ്വാമിയുണ്ട്, അങ്ങനെ ഒരുപാട് ഗോസ്വാമി. പക്ഷെ ഇതിൽ ഈ 6 പേര് പ്രത്യേകം എടുത്തു പറയുന്നു. അവരുടെ എല്ലാവരുടെയും പ്രണാമം, അവർക്ക് എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുകയാണ്. ആര്? കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. ഇൻസ്ട്രക്ടിങ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, അതായത് ശിക്ഷ ഗുരുക്കൾ. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, ഇവര് രണ്ടുപേരും സാരസ്വത ഗൗഡ ബ്രാഹ്മണ ഫാമിലി, കർണാടകയിലെന്നാണ്. അവരുടെ കുറെ തലമുറ മുമ്പേ തന്നെ ബംഗ്ലാദേശില്, അതായത് പ്രസന്റ് ബംഗ്ലാദേശില് സിൽഹറ്റ് എന്നുള്ള സ്ഥലത്താണ് കുടിയേറി പാർത്തത്. അവിടുന്ന് പിന്നീട് നവദ്വീപിലേക്ക് വന്നു. അപ്പൊ ഇവര് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യേണ്ടി വന്നു. നവാബ് ഹുസൈൻ ഷാ എന്നുള്ള ഒരു രാജാവിന്റെ കീഴിൽ തന്നെ. രണ്ടുപേരും വളരെ സിൻസിയർ ആയിട്ടുള്ള, വളരെ കേപ്പബിൾ ആയിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള ബ്രാഹ്മണന്മാരായിരുന്നു. എല്ലാ അഡ്മിനിസ്ട്രേഷൻ സ്കിൽസും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നവാബ് ഹുസൈൻ ഷാ അവരെ തന്റെ പ്രധാന അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട്, ചീഫ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു.
രൂപ ഗോസ്വാമിയുടെ പേര്, അതായത് നവാബ് ഹുസൈൻ ഷാ കൊടുത്ത പേര്, അതെല്ലാം മുസ്ലിം നാമധാരികളായിട്ടാണ് അവർ അറിഞ്ഞപ്പെട്ടിരുന്നത്. കാരണം അത് കബീർ ഖാസ്, സനാതന ഗോസ്വാമി, സാക്കര മല്ലിക്, ഈ രണ്ട് പേരിലായിരുന്നു അവർ അറിയപ്പെടുന്നത്. ഓക്കെ. അതേപോലെ ശ്രീ ഭട്ട രഘുനാഥ് ഭട്ട ഗോസ്വാമി, തപ്പൻ മിശ്ര എന്ന് പറഞ്ഞൊരു മഹാപ്രഭുവിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ ഡിസൈപ്പിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഭട്ട രഘുനാഥ് ഭട്ട ഗോസ്വാമി. ചൈതന്യ മഹാപ്രഭു ഈസ്റ്റ് ബംഗാളില്, അതായത് നവദ്വീപിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിൽ പോയ സമയത്ത്, ഹരേ കൃഷ്ണ, മാതാജിയുടെ അത് മ്യൂട്ടല്ല ശരണ്യ എന്ന് പറഞ്ഞ കാരണം ഒരു ഓക്കെ നോ പ്രോബ്ലം. ശരണ്യ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യോ? ചെയ്തു പ്രഭു. അപ്പൊ ഈസ്റ്റ് ബംഗാളിൽ പോയ സമയത്ത് തപ്പൻ മിശ്ര പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു ഭക്തൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ നവദ്വീപിലേക്ക് വരാൻ വേണ്ടി അഭ്യർത്ഥിച്ചു. പക്ഷെ പറഞ്ഞു വേണ്ട, കാശിയിൽ പോയാൽ മതി. ചൈതന്യ മഹാപ്രഭുവിന് ഒരു മിഷൻ ഉണ്ട്, അതിന് പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് കാശിയിലേക്ക്. അപ്പോൾ കാശിയിൽ വെച്ചിട്ടാണ് നമ്മളുടെ പ്രകാശാനന്ദ സരസ്വതിയുമായിട്ടുള്ള സംവാദം, അതെല്ലാം തപൻ മിശ്ര ആണ് അറേഞ്ച് ചെയ്യുന്നത്. ചന്ദ്രശേഖർ ആചാര്യ ഇവരാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ തപൻ മിശ്രയുടെ മകനാണ് രഘുനാഥ് ഭട്ട ഗോസ്വാമി. ശ്രീ ജീവഗോസ്വാമി സനാതന ഗോസ്വാമി രൂപ ഗോസ്വാമിയുടെ സഹോദരന്റെ മകനാണ്. അനുപമ എന്നുള്ള പേരുള്ള, അല്ലെങ്കിൽ വല്ലഭ എന്നുള്ള പേരുള്ള വല്ലഭ മലിക്, ആ ബ്രദറിന്റെ സഹോദരന്റെ മകനാണ് ജീവഗോസ്വാമി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവഗോസ്വാമി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഗൗഡിയ വൈഷ്ണവ ലിറ്ററേച്ചറിൽ ഏറ്റവും കൂടുതൽ, അത് മാത്രമല്ല നമ്മളുടെ, അതായത് ഈ പൃഥ്വിയിലെ, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന ജീവഗോസ്വാമിയാണ്. ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി ശ്രീരംഗത്ത് നിന്നാണ്. വെങ്കട് ഭട്ട ഗോസ്വാമിയുടെ മകനാണ്. ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യൻ ടൂർ പോകുന്ന സമയത്ത് 4 മാസം അവിടെ വെങ്കട് ഭട്ട ഗോസ്വാമിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ അനുഗ്രഹം ഗോപാലഭട്ട ഗോസ്വാമിക്ക് 4 മാസം കൂടെ താമസിച്ചിട്ട് കിട്ടിയിരുന്നു. ആൻഡ് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. രഘുനാഥ് ദാസ് ഗോസ്വാമി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അച്ഛൻ, അതായത് ഫാമിലി വളരെ വളരെ വെൽ ടു ഡു ഫാമിലിയാണ്, വളരെ ധനികരായിട്ടുള്ള ഒരു ഫാമിലിയാണ്. ടാക്സ് കളക്ടർ ആയിരുന്നു അവരുടെ, അതായത് നവാബ് ഹുസൈൻ ഷായുടെ ഭരണകാലത്തെ ടാക്സ് കളക്ഷൻ ആയിരുന്നു. ഒരുപാട് സമ്പത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് ഗോവർദ്ധൻ മജുംദാർ. ഹിരണ്യ മജുംദാർ ഉണ്ട്, ഒരു അങ്കിളുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലെ വളരെ നല്ല ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. പക്ഷേ ആ രഘുനാഥ് ദാസ് ഗോസ്വാമി വളരെ വളരെ ഹ്യൂമിലിറ്റി പേഴ്സണിഫൈഡ് എന്ന് പറയുന്നില്ലേ, അത്രയും വളരെ ഹമ്പിളായിട്ടൊരു ജീവിതമാണ് പിന്നീട് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ സംഘത്തിന് ശേഷം നയിച്ചത്. ഇതാണ് ബ്രീഫായിട്ട് ഈ 6 ഗോസ്വാമിമാരെ പറ്റിയിട്ടുള്ളത്. ഇപ്പോ അദ്ദേഹം, അതായത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവരെല്ലാവരെയും ആരായിട്ട് കാണുന്നത് തന്റെ ശിക്ഷാ ഗുരുക്കളാണ്. അവർക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ടെക്സ്റ്റ് 37. ये छाया गुरु शिक्षा गुरु ये हमारा तन सबारा पादा पद्मे कोटि नमस्कारा. हरि बोल. हरे कृष्ण. यही छाया गुरु शिक्षा गुरु ये हमारा तन सबारा पादा पद्मे कोटि नमस्कारा. हरे कृष्ण. ये निश्चय गुरु शिक्षा गुरु ये अमर तान सबार पादा पद्मे कोटि नमस्कार. Very good, thank you. These 6 are my instructing spiritual masters, and therefore I offer millions of respectful obeisances unto their lotus feet. ഇവരെല്ലാവരും എൻ്റെ ശിക്ഷാ ഗുരുക്കളാണ്. അതുകൊണ്ട് ഞാൻ കോടി പ്രണാമം അവർക്ക് അർപ്പിക്കുകയാണ്. By accepting the 6 Goswamis as his instructing spiritual masters, the author specifically makes it clear that one should not be recognized as a Gaudiya Vaishnava if he is not obedient to them. അതായത് ഇവിടെ എന്താണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇവിടെ പ്രഭുപാദ എഴുതുന്നതാണ് പർപ്പോട്ടിലെ, അതായത് 6 ഗോസ്വാമിമാരെയും 6 ശിക്ഷാ ഗുരുക്കളെയും അദ്ദേഹം സ്വീകരിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ ഒബീഡിയന്റ് ശിഷ്യനായിട്ട് ഇവിടെ
അവർക്കെല്ലാവർക്കും പ്രണാമം അർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഒരു ഗൗഡിയ വൈഷ്ണവാണെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ പാദങ്ങൾ നമ്മൾ പിന്തുടരണം എന്നാണ് പറയുന്നത്. ഭഗവാനേര ഭക്തയത ശ്രീവാസ പ്രധാന ഹംസഭാര പാദ പദ്മേ സഹസ്ര പ്രണാമ. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 38. ഭഗവാനേര ഭക്തയേത ശ്രീവാസ പ്രധാന താൻ സഭാര പാദ പത്മേ സഹസ്ര പ്രണാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാനേര ഭക്ത യഥ ശ്രീവാസ പ്രധാന താൻ സഭാര പാദപത്മേ സഹസ്ര പ്രണാമ. ഹരിബോൾ. There are innumerable devotees of the Lord, of whom Srivasa Thakura is the foremost. I offer my respectful obeisances thousands of times unto their lotus feet. ഒരുപാട് ഭക്തന്മാരുണ്ട്. അതിൽ പ്രധാനി ആരാണ്? ശ്രീവാസ് ഠാക്കൂർ. നമുക്കറിയാം പഞ്ചതത്വ അല്ലെ, ശ്രീകൃഷ്ണ ചൈതന്യ, നിത്യാനന്ദ, അദ്വൈത ആചാര്യ, അതേപോലെ ഗദാധര ആൻഡ് ശ്രീവാസ്. അതിൽ ശ്രീവാസ ജീവതത്വമാണ്. ശ്രീവാസ് ആരാണ്? ജീവതത്വമാണ്. ഭക്തന്മാരിലെ ഏറ്റവും പ്രധാനി ആരായിട്ടാണ്? ശ്രീവാസ് ഠാക്കൂറാണ്. അദ്ദേഹത്തിനും 1000 ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്ന് പറയും. അദ്വൈതാചാര്യ പ്രഭുര അംശ അവതാര താൻര പാദ പദ്മേ കോട്ടി പ്രണതി അമാര. ഹരേ കൃഷ്ണ. അദ്വൈത ആചാര്യ പ്രഭു രാംശ അവതാര താൻര പാദ പദ്മേ കോടി പ്രണതി അമാര. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. അദ്വൈത ആചാര്യ പ്രഭുര അംശാവതാര താന്റെ പാദ പത്മേ കോടി പ്രണതി അമാര. ഹരിബോൾ. Advaitacharya is the Lord's partial incarnation, and therefore I offer my obeisances millions of times at his lotus feet. നേരത്തെ പറഞ്ഞ പോലെ അദ്വൈതാചാര്യ സദാശിവന്റെയും മഹാവിഷ്ണുവിന്റെയും കമ്പൈൻഡ് അവതാരമാണ്, പാർഷ്യൽ ഇൻകാർണേഷൻ. ഓക്കെ, ആൻഡ് ദെയർഫോർ ഞാൻ അങ്ങക്ക് അദ്ദേഹത്തിനും കോടിക്കണക്കിന് നമസ്കാരം പ്രണാമം അർപ്പിക്കുന്നു. നിത്യാനന്ദരായ പ്രഭുര സ്വരൂപ പ്രകാശ താൻഹ പാദ പദ്മ വന്ദോയാൻര മുനിദാസ. ഹരേ കൃഷ്ണ. നിത്യാനന്ദരായ പ്രഭുര സ്വരൂപ പ്രകാശ താന്റെ പാദ പത്മ വന്ദോയ രമുദാസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിത്യാനന്ദരായ പ്രഭുര സ്വരൂപ പ്രകാശ താൻര പാദ പദ്മ വന്ദോയേന്ദ്ര മുനിദാസ. Srila Nityananda Ram is the plenary manifestation of the Lord, and I have been initiated by him. I therefore offer my respectful obeisances unto his lotus feet. Nityananda Prabhu, Nityananda Rama, Balraminte same self. Okay, there's no difference. Balramanum Nityananda Prabhu തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അദ്ദേഹം പ്ലെനറി പോർഷൻ, ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ്. ഐ ബിൻ ഇനീഷ്യേറ്റഡ് ബൈ. എങ്ങനെയാണ്? അതായത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയണേ, എന്നെ ഇനീഷ്യേറ്റ് ചെയ്ത്. എങ്ങനെ ഇനീഷ്യേറ്റ്? സ്വപ്നത്തിലാണ് എന്ന് പറഞ്ഞത്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ കണ്ടു വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഐ ബിൻ ഇനീഷ്യേറ്റഡ് ബൈ എന്ന് പറഞ്ഞത്. ആക്ച്വലി ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയുടെ ഇനീഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ്. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നിത്യാനന്ദ പ്രഭുവിനെയും നിത്യാനന്ദരാമനെയും എൻ്റെ ഇനീഷ്യേറ്റിംഗ് സ്പിരിച്വൽ മാസ്റ്ററായി കാണുന്നത് അദ്ദേഹത്തിന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ഗോ. ഇറ്റ്സ് എൻ ഇൻസ്ട്രക്ഷൻ. സോ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഇനീഷ്യേഷൻ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഗദാധര പണ്ഡിതാദി പ്രഭുര നിജ ശക്തി താൻ സബാര ചരണി മോര സഹസ്ര പ്രണാതി. ഹരേ കൃഷ്ണ പ്രഭുജി. ഗദാധര പണ്ഡിതാദി പ്രഭുര നിജ ശക്തി താൻ സബാര ചരണേ മോര സഹസ്ര പ്രണതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗദാധര പണ്ഡിതാദി പ്രഭുര നിജ ശക്തി
താൻ സഭാര ചരണേ മോര സഹസ്ര പ്രണതി. Very well. I offer my respectful obeisance unto the internal potency of the Lord, of whom Sri Gadadhara Prabhu is the foremost. അപ്പോൾ ഗദാധര പ്രഭു ആരാണ്? രാധാറാണിയാണ്. ഓക്കെ, അത് ഇന്റേണൽ പൊട്ടൻസി, ഹ്ലാദീന ശക്തിയാണ്. അപ്പോൾ ആ ഗദാധര പ്രഭുനും ഞാൻ ആ ഹ്ലാദീന ശക്തിയിൽ ഫോർമോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടത് രാധാറാണി, അതായത് ഗദാധര പ്രഭു. അവർക്കും ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു സ്വയം ഭഗവാൻ തൻഹാര പാദാരവിന്ദേ അനന്ത പ്രണാമ. ഹരേ കൃഷ്ണ. ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു സ്വയം ഭഗവാൻ തൻഹര പദാരവിന്ദേ അനന്ത പ്രണാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 42. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു സ്വയം ഭഗവാൻ തൻഹര പാദാരവിന്ദേ ആനന്ദ പ്രണാമ. ഹരേ കൃഷ്ണ. Very good. Lord Sri Krishna Chaitanya Mahaprabhu is the personality of Godhead himself, and therefore I offer innumerable prostrations at his lotus feet. Chaitanya Mahaprabhu കൃഷ്ണൻ സ്വയം ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ കുറേ പ്രണാമം, അതിന് കണക്ക് ഇന്യൂമറബിൾ, അതിന് കണക്കില്ല, അൺലിമിറ്റഡ് prostrations at his lotus feet. सावरने प्रभु रे करिया नमस्कारा, ये छाया तेन हो याचे करिया विचारा. ഹരേ ഹരേ കൃഷ്ണ. വായിച്ചു പ്രഭു, വായിച്ചു. സാവർണെ പ്രഭുരെ കരിയ നമസ്കാര, യയി ചായ തൻഹയച്ചേ കരിയ വിചാര. ഹരേ Yes. കൃഷ്ണ. Hare Krishna. സാവരണേ പ്രഭുരെ കരിയ നമസ്കാര, ഏച്ചയാ തെൻ ഹോ യച്ചേ കരിയേ വിചാര. ഹരേ കൃഷ്ണ. Hare Krishna. Having offered obeisances unto the Lord and all his associates, I shall now try to explain the 6 diversities in one. അപ്പോൾ എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചു. ഇനി ഈ 6 ഡൈവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് വിവരിച്ചു തരാം. എന്താണ് 6 ഡൈവേഴ്സിറ്റീസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എന്താണ് 6 ഡൈവേഴ്സിറ്റീസ്? ആർക്കാ പറയാൻ പറ്റുക? ഭഗവാൻ, ഭക്തൻ, ഗുരു, ഇന്റേണൽ പൊട്ടൻസി ശക്തി, അതായത് ഭഗവാന്റെ ശക്തി, അവതാര, പ്രകാശ. ഓക്കെ, ഇതാണ് 6. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഓർമ്മയില്ലേ? 6 ഡൈവേഴ്സിറ്റീസ് അതൊക്കെയാണ്: ഭഗവാൻ, ഭക്തൻ, ഇന്റേണൽ പൊട്ടൻസി, ഓക്കെ, പിന്നെ ഗുരു, പിന്നെ അവതാര, പിന്നെ പ്രകാശം. ഈ 6 ആസ്പെക്ട്സിന്, 6 ഡൈവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഇനി വിവരിക്കാൻ പോവാന്ന് പറയാണ്. So there are many unalloyed devotees of the Supreme Personality of Godhead, all of whom are considered associates surrounding the Lord. ഒരുപാട് ശുദ്ധഭക്തന്മാരുണ്ട് ഭഗവാന്. ഇവരെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൃഷ്ണ ഷുഡ് ബി വേർഷിപ്ഡ് വിത്ത് ദീസ് ഡിവോട്ടീസ്. അപ്പൊ കൃഷ്ണനെ ഒറ്റയ്ക്ക് നമുക്ക് വേർഷിപ്പ്, അറ്റ്ലീസ്റ്റ് കൃഷ്ണന്റെ കൂടെ രാധ ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു പശു ഉണ്ടായിരിക്കണം, ഓടക്കുൾ ഉണ്ടായിരിക്കണം, ഡിവോട്ടീസ് ഉണ്ടായിരിക്കണം. ഇല്ലാതെ നമ്മൾ കൃഷ്ണനെ ഒറ്റയ്ക്ക് ചെയ്യില്ല. കൃഷ്ണ മീൻസ് ഈസ് ഓൾ എൻകംപാസിംഗ്, എല്ലാവരും കൂടിയിട്ടാണ് കൃഷ്ണൻ. അതിൽ എക്സ്റ്റേണൽ പൊട്ടൻസി ഉണ്ടാവും, ഇന്റേണൽ പൊട്ടൻസി ഉണ്ടാവും, ഡിവോട്ടീസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സറൗണ്ടിങ് കൃഷ്ണ ഷുഡ് ബി വേർഷിപ്പ് വിത്ത് ഹിസ് ഡിവോട്ടീസ്, ഒറ്റയ്ക്ക് വേർഷിപ്പ് ചെയ്യില്ല. So the diverse principles are therefore the eternal paraphernalia through which the absolute truth can be approached. അപ്പോൾ ഭഗവാനെ പരമസത്യത്തിന്റെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എന്താണ്? ത്രൂ അതായത് വിത്ത് ദ പാരഫെർനാലിയ. വിത്ത് പാരഫെർനാലിയ പറഞ്ഞാൽ ഇവരെല്ലാവരും ഉണ്ട്, ഭക്തന്മാര്, ഓക്കെ, ശക്തികൾ എല്ലാം ഉണ്ട്. അല്ല ഒറ്റയ്ക്ക് നമ്മൾ ഭഗവാനെ, ഇപ്പൊ നാരായണൻ ഒറ്റയ്ക്ക് വേർഷിപ്പിയോ? ഇല്ല. ലക്ഷ്മി നാരായൺ, ലക്ഷ്മി ഒറ്റയ്ക്ക് വേർഷിപ്പിയോ? ഇല്ല. നാരായണന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാന്റെ ശക്തികളും എല്ലാം കൂടി അടങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഒറ്റയ്ക്ക്, ഭഗവാൻ എല്ലാം എൻകംപാസിംഗ് ആണ്, കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഇവരെല്ലാം കൂടി അതിൽ അകപ്പെടുത്തണം എന്നാണ് പറയുന്നത്. യദ്യപി അമാര ഗുരു ചൈതന്യരദാസ തഥാപി ജാനീയാമി തൻഹര പ്രകാശ.
ഹരേ കൃഷ്ണ. യദ്യപി അമര ഗുരു ചൈതന്യരദാസ തദപി ജനീയേ ആമി തൻഹര പ്രകാശ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മലയാളം കൂടി. ഹരേ കൃഷ്ണ. Mara ഗുരു ചൈതന്യ Tatapi janiye ami tanhara prakasha. Although I know that my spiritual master is a servitor of Sri Chaitanya, I know him also as a plenary manifestation of the Lord. അതായത് എൻ്റെ സ്പിരിച്വൽ മാസ്റ്ററും ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സേവകനാണ്. എങ്കിലും കൂടി അദ്ദേഹം ഒരു പ്ലനറി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലോർഡ്, ചൈതന്യ മഹാപ്രഭുവിന്റെ പ്ലനറി മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറയും. So every living entity is essentially a servant of the Supreme Personality of Godhead, and the spiritual master is also his servant. Still, the spiritual master is a direct manifestation of the Lord. എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു എക്സ്പാൻഷൻ ആണ്, ഒരു മാനിഫെസ്റ്റേഷൻ. കാരണം സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ഗുരു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. സോ ഭഗവാനെ പോലെ തന്നെ നമ്മൾ ഗുരുവിനെ കാണണം. എങ്ങനെ ഭഗവാനെ ആദരിക്കുന്നു അതേപോലെ ഗുരുവിനെയും ആദരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. Still, the spiritual master is a direct manifestation of the Lord. Direct. With this conviction, a disciple can advance in Krishna consciousness. ഗുരുവിനെ താഴ്ന്ന നിലയിൽ കാണുക. ഗുരു ഭഗവാനല്ല നമുക്കറിയാം, പക്ഷേ ഗുരുവിനെ ഭഗവാനെ പോലെ തന്നെ നമ്മൾ കാണണം, അതേപോലെ തന്നെ നമ്മൾ ആരാധിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. The spiritual master is non-different from Krishna because he is a manifestation of Krishna. Lord Nityananda, who is Balram himself, the first direct manifestation of expansion of Krishna, is the original spiritual master. He helps Lord Krishna in his pastimes and he is a servant of the Lord. So, Nityananda Prabhu അല്ലെങ്കിൽ ബൽറാം, ശ്രീ ബൽറാം ഭഗവാന്റെ ആദ്യത്തെ ഡയറക്റ്റ് എക്സ്പാൻഷൻ ആണ്. അദ്ദേഹത്തിന് ആദി ഗുരു എന്നാണ് പറയുന്നത്. അപ്പോൾ സേവക് ഭഗവാൻ, സേവ്യ ഭഗവാൻ, രണ്ട് ഭഗവാനാണ്. ഒന്ന് കൃഷ്ണൻ ആരാണ്? സേവ്യ ഭഗവാൻ, ആരാധന സ്വീകരിക്കുന്ന ആള്. ആൻഡ് ബൽറാമൻ സേവക് ഭഗവാൻ. ബൽറാമൻ സേവക്, സേവനം ചെയ്യുന്ന ആള്. രണ്ടും സുപ്രീം പേഴ്സണാലിറ്റി, രണ്ടുപേരും സുപ്രീം പേഴ്സണാലിറ്റി പോരാണ്. ഒന്ന് സേവ്യ ഭഗവാൻ സ്വീകരിക്കുന്നു സേവ, മറ്റത് സേവക് ഭഗവാൻ അത് സേവ കൊടുക്കുന്നു. അതുകൊണ്ട് ആദി ഗുരുവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ബൽറാമനാണ്. So every living entity is eternally a servant of Sri Krishna Chaitanya. Therefore, the spiritual master cannot be other than a servant of Lord Krishna, Lord Chaitanya. എല്ലാവരും ജീവര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ് അല്ലേ? നമ്മുടെ ഐഡന്റിറ്റി. അത് ഐ എം രമേഷ്, ഐ എം സുരേഷ്, ഐ എം ഇന്ത്യൻ, ഐ എം അമേരിക്കൻ, ഐ എം ജാപ്പനീസ്, ഐ എം കനഡിയൻ. ഇതെല്ലാം എക്സ്റ്റേണൽ, ഇതെല്ലാം ഈ ശരീരത്തിലാണ്. ഞാൻ എഞ്ചിനീയർ ആണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ അക്കൗണ്ടന്റ് ആണ്, ഞാൻ പൈലറ്റാണ്. ഇതെല്ലാം എന്താണ്? ശരീരത്തിനുള്ള ഉപാധികളാണ്. ഇത് ടെമ്പററി ആണ്, ഇത് വന്നും പോയും കൊണ്ടിരിക്കും. ഈ ജന്മത്തിൽ നമ്മൾ ചിലപ്പോൾ മനുഷ്യനായിരിക്കാം, അടുത്ത ജന്മത്തിൽ മൃഗമായിരിക്കാം, അല്ലെങ്കിൽ ദേവന്മാരായിരിക്കാം, പറയാൻ പറ്റില്ല. നമ്മളുടെ കർമ്മം അനുസരിച്ചിട്ട് എവിടെ ഏത് യോനിയിൽ നമ്മൾ ജനിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ബോഡിക്ക് ശരീരത്തിനുള്ള ഒരു ധർമ്മമുണ്ട്. ആ ശരീരത്തിന്റെ ധർമ്മം, ചില ആൾക്കാർ ഡോക്ടർ ആയിരിക്കാം, ചില ആൾക്കാർ എഞ്ചിനീയർ ആയിരിക്കാം, ചില ആൾക്കാർ ഫാർമർ ആയിരിക്കാം. അപ്പോൾ ഇതെല്ലാം ശരീരത്തിനെ അനുബന്ധിച്ചിട്ടുള്ള ഉപാധികളാണ്. പക്ഷെ നമ്മളുടെ ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി പറഞ്ഞാൽ ജീവേര സ്വരൂപോയെ കൃഷ്ണേര നിത്യദാസ്. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ നിത്യദാസന്മാരാണ്. നിർഭാഗ്യവശാൽ നമ്മളതെല്ലാം മറന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളിൽ ഇവിടെ വന്ന് ജനിച്ചിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ആ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് മനുഷ്യജന്മത്തില് ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു സുഹൃതം നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരാണെന്ന്. വി ആർ നോട്ട് ദിസ് ബോഡി, വി ആർ ദ എറ്റേണൽ സർവൻസ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് കൃഷ്ണ, ജീവേര സ്വരൂപമായ കൃഷ്ണന്റെ നിത്യാസ്. ഇത് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും വന്നു തരുന്നുണ്ട്. ഇതില് എത്രയോ ഏകദേശം 8 ബില്യൺ ആൾക്കാരുണ്ട്, 9 ബില്യൺ ആൾക്കാരുണ്ട് ഈ ഭൂതലത്തിൽ. ഇവർക്ക് എല്ലാവർക്കും സുഹൃത്ത് കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലെ? വളരെ ദുർലഭം ആൾക്കാർക്കാണ് ഈ സുഹൃത്തി നമ്മളിപ്പോഴുള്ള. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് പ്രകാരം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
പക്ഷെ ഇത് വെറും തിയറിറ്റിക്കലി മനസ്സിലാക്കിയ പോരാ. നമുക്കറിയാം വി ആർ നോട്ട് ദ ബോഡി, വി ആർ ദ സോൾ. പ്രഭുപാദ ടൈം ആൻഡ് അഗെയിൻ ഭഗവത്ഗീതയിലും ഭാഗവതം മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും പ്രഭുപാദ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് വെറും ബുക്കിലത്തെ ഒരു ബുക്കിഷ് ഇൻഫർമേഷൻ ആയിട്ടും കണക്കാക്കിയാൽ പോരാ. ഇത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കണം, ആ തരത്തിൽ ജീവിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം, മനുഷ്യ ജീവിതം സാർത്ഥകമാവും. പ്രഭുപാദോട് ഒരു പ്രാവശ്യം ഒരു ഡിസൈപ്പിൾ പറഞ്ഞു, തൻ്റെ ശിഷ്യൻ പറഞ്ഞു, പ്രഭുപാദ്, നമ്മുടെ ഒരു ഡിവോട്ടിക്ക് 700 ശ്ലോകങ്ങൾ ബൈ ഹാർട്ട് അറിയാം ഭഗവത്ഗീതയിലെ. അപ്പൊ പ്രഭുപാദ് വെരി ഗുഡ്, നൈസ്. അതായത് 700 ശ്ലോകങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി, വളരെ നല്ല കാര്യം. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കൂ, അദ്ദേഹത്തിന് ആ 700 ശ്ലോകത്തിൽ ഒരു ശ്ലോകം ജീവിച്ച് കാണിക്കാൻ പറ്റുമോ? 700 ശ്ലോകം അറിയാം, പക്ഷെ ഒരു ശ്ലോകമെങ്കിലും ജീവിച്ച് കാണിക്കാൻ പറ്റുമോ? അതായത് ഇത് വെറും നമ്മളുടെ ഒരു ബൈഹാർട്ടിയല്ല ഇതിൽ നമ്മൾ ജീവിക്കണം. ഇത് ഉൾക്കൊണ്ട് അത് പ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് പ്രഭുപാദ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത്, മൈ ഡിസൈപ്പിൾസ്, മൈ ഫോളോവേഴ്സ് ഷുഡ് സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി മൈ ബുക്ക്. ഒരു നോവലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്ക് പോലെ വായിച്ചു പോയാൽ പോരാ, ഇത് സ്ക്രൂട്ടിനൈസിംഗ്ലി സ്റ്റഡി, വളരെ നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത്, വായിക്കല്ല വേണ്ടത്. നോവലൊക്കെ നമുക്ക് വായിച്ചു പോകും, ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു പോകും. പക്ഷേ സ്ക്രിപ്ചർ അങ്ങനെയല്ല. ഭഗവത്ഗീത, ഭാഗവതം, രാമായണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ക്രിപ്ചർ, അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് ഒരുപാട് ശിക്ഷണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, അത് മനസ്സിലാക്കണം. തത്വങ്ങളെല്ലാം മനസ്സിലാക്കി അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആചരിക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മുടെ മനുഷ്യ ജീവിതം സാർത്ഥകമാകും. So the spiritual master's eternal occupation is to expand the service of the Lord by training disciples in a service attitude. അപ്പോൾ ഗുരു എന്താണ് ചെയ്യുന്നത്? തൻ്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യണം. ഒന്ന് ഫിസിക്കലിയും ട്രെയിൻ ചെയ്യാം, ഇൻസ്ട്രക്ഷൻ വഴി, അതായത് വപു, വാണി, 2 തരത്തിലുള്ള ട്രെയിനിങ് നടത്താം. A spiritual master never poses as the Supreme Lord himself. He is considered a representative of the Lord. The revealed scriptures prohibit one's pretending to be God. ആരാണ് ഞാൻ ദൈവമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ദൈവമല്ല എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരാളും ദൈവമാണ് പറയില്ല. അങ്ങനെ വല്ലതും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ അവിടുന്ന് സ്ഥലം വിടാം. പരമ്പരാഗതമായിട്ട് പരമ്പരയിൽ വരുന്ന, ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന, ബോണഫൈഡ് സമ്പ്രദായത്തിൽ വരുന്ന ആ ഗുരുവിനെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു ഗുരുവിനും ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, അതേപോലെ ശിഷ്യന്മാർക്കും ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ എങ്ങനെ ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം, എന്താണ് ഗുരുവിൻ്റെ ആ ഒരു പ്രീ റിക്വസിറ്റ്സ്, ക്രൈറ്റീരിയ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലും ഒരു ഗുരു പറയില്ല ഞാൻ ദൈവമാണെന്ന്, ഞാൻ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് മാത്രമേ പറയുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത്, ദ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സ് പ്രൊഹിബിറ്റ് വൺസ് പ്രിറ്റൻഡിങ് ടു ബി ഗോഡ്. ഒരു സ്ക്രിപ്ചറും പറയുന്നില്ല ഗുരു ഭഗവാനാണെന്ന്. ബട്ട് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ ഈസ് മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ആൻഡ് കോൺഫിഡൻഷ്യൽ സെർവൻറ്റ് ഓഫ് ദ ലോർഡ് ആൻഡ് ദെയർഫോർ ഡിസേർവ്സ് ആസ് മച്ച് റെസ്പെക്ട് ആസ് കൃഷ്ണ. ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കോൺഫിഡൻഷ്യൽ സെർവൻ്റ് ആണ് ഒരു ഗുരു. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന് നമുക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു കൊടുക്കുന്ന അതേ ആദരവും അതേ റെസ്പെക്റ്റും നമുക്ക് ഗുരുവിനും കൊടുക്കണം എന്നാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരു കൃഷ്ണ രൂപഹന ശാസ്ത്രേര പ്രമാണേ ഗുരു രൂപേ കൃഷ്ണ കൃപ കരേണ ഭക്തഗണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗുരു കൃഷ്ണ രൂപാഹന ശാസ്ത്രേര പ്രമാണേ ഗുരു രൂപേ കൃഷ്ണ കൃപ കരേണ ഭക്തഗണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രൂപഹന ശാസ്ത്രേര പ്രമാണേ ഗുരു രൂപേ കൃഷ്ണ കൃപ കരേണ ഭക്തഗണേ. Thank you, Mataji. Hare Krishna. According to the deliberate opinion of all revealed scriptures, the spiritual master is not different from Krishna. Lord Krishna, in the form of spiritual master, delivers his devotees. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങളുടെയും എന്താണ് പറയുന്നത്, ഇവിടെ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്ന അഭിപ്രായം തന്നെയാണ്, സ്പിരിച്വൽ മാസ്റ്റർ ഇസ് നോൺ ഡിഫറെന്റ് ഫ്രം കൃഷ്ണ. അതായത് ഭഗവാൻ കൃഷ്ണൻ നിന്ന് ഭിന്നമല്ല. Lord Krishna is the form of spiritual master
Lord Krishna in the form of spiritual master delivers his devotees. അപ്പോൾ ഭഗവാൻ തന്റെ ഗുരുവിന്റെ ആ രൂപത്തില് തന്റെ ഭക്തന്മാരെ ഉദ്ധരിക്കുന്നു ഈ ധരാതൽ. The relationship of a disciple with his spiritual master is as good as his relationship with the Supreme Lord. Spiritual master always represents himself as the humblest servitor of the Supreme Personality of the Personality of Godhead, but the disciples must look upon him as a manifested representation of God. വീണ്ടും അത് ആവർത്തിച്ച് പറയാണ്, സ്പിരിച്വൽ മാസ്റ്റർ ഗുരു ഒരിക്കലും താൻ ദൈവമായി പറയില്ല, ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് എങ്കിലും കൂടിയിട്ട് നമ്മൾ ഭഗവാനെ കാണുന്ന പോലെ തന്റെ ഗുരുവിനെയും കാണണം, ആദരിക്കണം. ആചാര്യം മാം വിജാനീയൻ നവമന്യേത കർഹിചേത് ന മർത്യാ ബുദ്ധ്യാസൂയതേ സർവദേവാമയോ ഗുരു. ഹരേ കൃഷ്ണ. ആചാര്യം മാം വിജാനീയൻ നവമന്യേത കർഹിചേത് ന മർത്യാ ബുദ്ധ്യാസൂയതേ സർവദേവാമയോ ഗുരു. One should know the Acharya. Sorry, Ramudi Acharya. ഹരേ കൃഷ്ണ. ആചാര്യം മാം വിജാനീയാൻ നവമന്യേത കർഹിചിത് നമർത്യ ബുദ്ധ്യാ സൂയേത സർവദേവമയോ ഗുരു. ഹരിപൂർ. One should know the Acharya as myself and never disrespect him in any way. One should not envy him, thinking him an ordinary man, for he is the representative of all the demigods. അപ്പോൾ അതായത് ഒരു ആചാര്യനെ എന്നെ പോലെ തന്നെ കാണണം, ഒരിക്കലും അവരെ അവഗണിക്കാനോ നിന്ദിക്കാനോ പാടില്ല. വൺ ഷുഡ് നോട്ട് envy him, അവരോട് ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല, ഒരു സാധാരണ വ്യക്തിയെ പോലെ കാണാൻ പാടില്ല. ഫോർ ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ദ ഡെമിഗോഡ്. അപ്പോ നമ്മൾ ഫോർ എക്സാമ്പിൾ എസ്പെഷ്യലി നമ്മുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തില് നമ്മളുടെ ഓൾട്ടറിൽ നമ്മൾ വിഷ്ണു തത്വങ്ങളാണ് മാത്രം വെക്കാറുള്ളൂ. ബാക്കി ഒരുപാട് ശിവനുണ്ട്, ബ്രഹ്മാവുണ്ട്, ഗണപതി ഉണ്ട്, ദേവിയുണ്ട്, ഇവരൊന്നും വെക്കാറില്ല. എന്താണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗുരു ആചാര്യ ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ദ ഡെമിഗോഡ്സ്. നമ്മൾ ഗുരുവിനെ അവിടെ വെക്കുമ്പോൾ, ഫോട്ടോ വെക്കുമ്പോൾ, നമ്മൾ വേർഷിപ്പ് ചെയ്യുമ്പോൾ, ആദരിക്കുമ്പോൾ എല്ലാ ഡെമിഗോഡ്സിനും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗുരു ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ദ ഡെമിഗോഡ്സ് ആൾസോ. നമ്മളെല്ലാം 33 മുക്കോടി ദേവി ദേവത നമുക്ക് വെക്കാൻ പറ്റില്ല, നമുക്ക് അറിയില്ല. ഒന്നാമത് വളരെ കുറച്ചേ നമുക്ക് അറിയുള്ളൂ, പേരെന്നെ അറിയുള്ളൂ. അവരുടെ നിന്ന് ഫോട്ടോ വെച്ചിട്ട് നമുക്ക് എല്ലാവരെയും പൂജിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിനെ വെച്ച് കഴിഞ്ഞാൽ, ആചാര്യനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡെമിഗോഡ്സിനെയും റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത് അവരെല്ലാവരും അകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സെപ്പറേറ്റ് ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല. വേർഷിപ്പബിൾ ആയത്, പൂജനീയമായിട്ടുള്ളത് വിഷ്ണു തത്വങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള അന്യ ദേവീ ദേവതമാരെ നിന്ദിക്കാൻ പാടില്ല. അവർക്ക് അർഹിക്കുന്ന റെസ്പെക്ട് എപ്പോഴും കൊടുക്കണം. അവരെല്ലാം ഭഗവാന്റെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്, അവരെല്ലാം എംപവേർഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ യൂണിവേഴ്സിലെ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ആ ആദരവ് എപ്പോഴും നമ്മൾ കൊടുക്കണം, ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. എന്തിന് ദേവി ദേവന്മാരെ, ഒരു ഉറുമ്പിനെയും പോലും നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഗുരുവിനെ നമ്മൾ ആദരിച്ചാൽ, ഗുരു ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ദ ഡെമിഗോഡ്സ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇസ്കോൺ അല്ലെങ്കിൽ ഗൗഡി വൈഷ്ണവ സമ്പ്രദായത്തില് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ശിവന്റെ ഫോട്ടോ വെക്കുന്നില്ല, ദേവിയുടെ ഫോട്ടോ വെക്കുന്നില്ല, അയ്യപ്പന്റെ ഫോട്ടോ വെക്കുന്നില്ല? ഞാൻ ചോദിക്കാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ കാരണം. നമുക്ക് എല്ലാവരുടെയും ഫോട്ടോ വെച്ച് എല്ലാവരും പ്ലീസ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സമയമോ കഴിവോ അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ദേവി ദേവന്മാരുണ്ട്. ഒരാളെ വെച്ചിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ. അപ്പൊ ഗുരുവിനെ വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം അതിൽ ഉൾപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. So this is a verse from Srimad Bhagavatam 11.17.27 spoken by Lord Krishna when he was questioned by Uddhava regarding the 4 social and spiritual orders of society. ഏതാണ് 4 social and spiritual orders? വർണ്ണാശ്രമ ധർമ്മ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ബ്രഹ്മചാര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ അല്ലെ. അപ്പൊ ഈ വേഴ്സ് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നെടുത്താണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവന് ഉപദേശം കൊടുക്കുന്ന ആ സെക്ഷൻ എടുത്താണ്. അപ്പോൾ ഇത് വർണ്ണാശ്രമ ധർമ്മത്തെ പറ്റി പറയുന്ന ഒരു സെക്ഷനാണ്. ദ ലോർഡ് വാസ് സ്പെസിഫിക്കലി ഇൻസ്ട്രക്ടിങ് ഹൗ എ ബ്രഹ്മചാരി ഷുഡ് ബിഹേവ് under the care of a spiritual master.
The spiritual master is not an enjoyer of facilities offered by the. ഇന്നത്തെ കാലത്ത് കൂടുതലും അങ്ങനെയാണ്. ഓക്കെ, അതായത് ബോണഫൈഡ് സമ്പ്രദായത്തിൽ വരാത്ത പല സോകോൾ ഗുരുസും എന്തിനാണ് ശിഷ്യന്മാരെ സ്വീകരിക്കുന്നത്? അതായത് അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കണം. അതിന് വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടല്ല എന്ന് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരാം. സ്പിരിച്വൽ മാസ്റ്റർ ഈസ് നോട്ട് എൻ എൻജോയർ ഓഫ് ഫെസിലിറ്റീസ്. ശിഷ്യന്മാരെ കൊണ്ട് തനിക്ക് വേണ്ടി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടാക്കി തരാം, അതല്ല ഉദ്ദേശം. തൻ്റെ ശിഷ്യന്മാരെ ഭഗവത് ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ആൾക്കാരേക്കണം ഗുരു. അതിന് കഴിവില്ലെങ്കിൽ ഋഷഭദേവൻ പറഞ്ഞ പോലെ ഒരു ഗുരുവിന്റെ സ്ഥാനത്തിരിക്കാനുള്ള കഴിവില്ല. ഒരു പതി, ഭർത്താവ്, അച്ഛൻ, അമ്മ, ഗുരു, ഇഷ്ടദേവത, ഇവരെല്ലാവരും അവരുടെ പൊസിഷന് അർഹതപ്പെടുന്നത് എപ്പോഴാണ്? അവരവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ഭഗവത് ധാമിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ ഗുരുവായാലും ശരി, അച്ഛനായാലും ശരി, ഭർത്താവായാലും ശരി, അമ്മയായാലും ശരി, ഇഷ്ടദേവനായാലും ശരി, അവർക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എ സ്പിരിച്വൽ മാസ്റ്റർ ഈസ് നോട്ട് എൻ എൻജോയർ ഓഫ് ഫെസിലിറ്റീസ് ഓഫേർഡ് ബൈ ദ ഡിസൈപ്പിൾസ്. ഈസ് ലൈക്ക് എ പാരന്റ്. ഒരു നമ്മുടെ അച്ഛനമ്മമാരെ പോലെ. വിതൗട്ട് ദ അറ്റൻറ്റീവ് സർവീസ് ഓഫ് ഹിസ് പാരന്റ്സ് ചൈൽഡ് കനോട്ട് ഗ്രോ ടു മാൻഹുഡ്. അപ്പൊ അച്ഛനും അമ്മയും നന്നായിട്ട് പരിപാലിച്ചിട്ടില്ലെങ്കിൽ മക്കളെ ആ ഒരു യുവത്വത്തിലേക്ക് എത്തില്ല. അപ്പൊ അവരുടെ സഹായം തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് ഗുരുവിന്റെ സഹായം തന്റെ ശിഷ്യന്മാർക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. സിമിലർലി, without the care of the spiritual master, one cannot rise to the plane of transcendental service. ഗുരുവിന്റെ സഹായമില്ലാണ്ട് നമ്മൾ ദിവ്യമായിട്ടുള്ള തലത്തിലേക്ക് ഭഗവാനെ സേവിക്കാനുള്ള ആ തലത്തിലേക്ക് ഉയർത്തപ്പെടില്ല, നമ്മൾ ഉയരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. The spiritual master is also called Acharya or a transcendental professor of spiritual science. Okay, പ്രഭാത ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആചാര്യ എന്ന് പറഞ്ഞാൽ? ട്രാൻസെൻഡന്റൽ പ്രൊഫസർ. ഓക്കെ, ഇന്നത്തെ ആൾക്കാർക്ക് ഇന്നത്തെ ടേം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിലെ പ്രൊഫസർ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ. അപ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പ്രഭാത യൂസ് ചെയ്യുന്നത്. ട്രാൻസെൻഡന്റൽ പ്രൊഫസർ ഓഫ് സ്പിരിച്വൽ സയൻസ്. The Manu Samhita explains the duties of an acharya, describing that a bona fide spiritual master accepts charge of disciples, teaches them the Vedic knowledge with all its intricacies, and gives them their second birth. അപ്പോൾ ഒരു ആചാര്യ അല്ലെങ്കിൽ ഒരു ഗുരു മനുസംഹിത പ്രകാരം എന്താണ്? അതായത് തൻ്റെ ശിഷ്യന്മാരെ വേദ കാര്യങ്ങൾ, വേദിക് സബ്ജക്ട് മാറ്റേഴ്സിൽ അതിൻ്റെ ഇൻട്രിക്കസീസ്, അതിലും വേണ്ടുന്ന ജ്ഞാനം പകർന്നു കൊടുക്കും. അതുമാത്രമല്ല, അവർക്ക് സെക്കൻഡ് ബർത്തും. എന്താണ് സെക്കൻഡ് ബർത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ? ഉപനയനം അല്ലേ ബ്രോ? എന്താണ്? ഉപനയനം. യെസ്, ഉപനയനം, ബ്രാഹ്മണിക്കൽ ഇനീഷ്യേഷൻ. ശരിക്കുള്ള ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഇനീഷ്യേഷൻ. നാം ഇനീഷ്യേഷൻ നമ്മുടെ ഗൗഡിയ സമ്പ്രദായം ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കുള്ള ദ്വിജ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബർത്ത് ആണ്. നമുക്ക് എല്ലാവർക്കും ഓരോ ബയോളജിക്കൽ പാരന്റ്സ് ഉണ്ട്, അച്ഛനും അമ്മയുണ്ട് അല്ലേ? നമുക്ക് ജന്മം തന്ന. പക്ഷേ നമുക്ക് ആധ്യാത്മിക ഗുരുവാണ് രണ്ടാമത്തെ ജന്മം തരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സെക്കൻഡ് ബർത്ത്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഇനീഷ്യേഷൻ അതിലേക്ക് നമുക്ക് ദീക്ഷ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവര് ദ്വിജൻ എന്നറിയുന്നു. അതാണ് ദ്വിജൻ. ഓക്കെ, അതായത് നമ്മളുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ജന്മനാ ജായതേ ശൂദ്ര, സംസ്കാരാത് ഭവേത് ദ്വിജ, വേദപഠനാത് ഭവേത് വിപ്ര, ബ്രഹ്മജാനാതി ഇതി ബ്രാഹ്മണം. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും എന്താണ്? ആരാണ്? ശൂദ്രന്മാരായിട്ട് ജനിക്കുക. സംസ്കാര വേദ, അതായത് ഉപനയനത്തെ ഈ ചടങ്ങുകളിലൂടെ സംസ്കാരത്തിലൂടെ നമ്മൾ ദ്വിജനാകുന്നു, സെക്കൻഡ് ബർത്ത് സ്വീകരിക്കുന്നു. വേദപഠനം കൊണ്ട് നമ്മൾ വിപ്രനാണ്, പണ്ഡിതനാകുന്നു. ബ്രഹ്മത്തിനെ അറിയുന്നവൻ ബ്രാഹ്മണനാകുന്നു. ഇവിടെ നമുക്ക് സെക്കൻഡ് ബർത്ത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബ്രാഹ്മണിക്കൽ ഇനീഷ്യേഷൻ ആണ്. The ceremony performed to initiate a disciple into the study of spiritual science is called Upanidhi. അപ്പോൾ ഈ
സംസ്കാരം ആർക്ക് കിട്ടിയിട്ടുണ്ടോ അവർക്ക് വേദപഠനത്തിനുള്ള ആ ഒരു യോഗ്യത കിട്ടിയതാണ്. പക്ഷെ അതിന് ആ തലത്തിലേക്ക് ശിഷ്യനും ഉയരണം. ഇതൊരു സംസ്കാരം ഒരു ചടങ്ങായിട്ട് മാത്രം കാണാൻ പാടില്ല. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ ഈ സയൻസിനെ പറയുന്നത് ഉപനീതി, ഓർ ദ ഫങ്ഷൻ ദാറ്റ് ബ്രിങ്സ് വൺ നിയർ ടു ദ സ്പിരിച്വൽ മാസ്റ്റർ. ഉപ എന്ന് പറഞ്ഞ് അടുത്തിരിക്കുക. ഉപ അല്ലെ, ഉപാസന, ഉപവാസ ആണ് ഉപനീതി എന്ന് പറയുന്നത്. One who cannot be brought nearer to a spiritual master cannot have a sacred thread. വളരെ അടുത്തിരുന്നിട്ട് ചെവിയിൽ നമുക്ക് ആ മന്ത്രം പറഞ്ഞു തരും, സീക്രട്ട് മന്ത്രം. And thus he is indicated to be one who cannot be brought nearer to a spiritual master cannot have a sacred thread, and thus he is indicated to be a Shudra. The sacred thread on the body of a Brahmana, Kshatriya or Vaishya is a symbol of initiation by the spiritual master. It is worth nothing if worn merely to boast a high parentage. സാധാരണ ഈ 3 വർണ്ണങ്ങൾക്കാണ് ഈ സേക്രഡ് ത്രെഡ് സെറിമണി നടത്താറ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. ശൂദ്രന്മാർക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് one who cannot be brought nearer to the spiritual master cannot have a sacred thread, and thus he is indicated to be a Shudra. അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ. The duty of the spiritual master is to initiate a disciple with the sacred thread ceremony, and after this samskara or purificatory process, the spiritual master actually begins to teach the disciple about the Vedas. അപ്പൊ അതിനുശേഷമാണ് വേദങ്ങളിലെ ജ്ഞാനം പകർന്നു കൊടുക്കാൻ സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ ആചാര്യൻ അല്ലെങ്കിൽ ഗുരു തുടങ്ങുന്നത്. A person born a Shudra is not barred from such spiritual initiation, provided he is approved by the spiritual master, who is duly authorized to award a disciple the right to be a Brahmana. അപ്പോൾ ജന്മം കൊണ്ട് നമ്മൾ ശൂദ്രനാണെങ്കിലും കൂടിയിട്ട് സ്പിരിച്വൽ മാസ്റ്റർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിന് തയ്യാറാവണമെങ്കിൽ അവർക്കും ഈ ജ്ഞാനം പകർന്നു കൊടുക്കാം എന്നാണ്. Who is duly authorized to award a disciple the right to be a Brahmana. അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആവാം. So if he finds him perfectly qualified, in the Vayu Purana, an Acharya is defined as one who knows the import of all the Vedic literatures, abides by their rules and regulations, and teaches his disciple to act in the same way. ഇപ്പോൾ വായു പുരാണത്തില് എന്താണ് ആചാര്യന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്? അതായത് വേദിക് കൺക്ലൂഷൻ, വേദിക് ലിറ്ററേച്ചേഴ്സിലെ കൺക്ലൂഷൻ, അതിന്റെ സാരം, അതിന്റെ ഇതെല്ലാം അറിയുന്ന ആളാണ് ആചാര്യൻ, ഒരു ഗുരു. എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന ആളായിരിക്കണം. അത് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കുന്ന ആളായിരിക്കണം. Only out of his immense compassion does the personality of God reveal himself as the spiritual master. Therefore, in the dealings of an acharya, there are no activities but those of transcendent loving service to the. ഒരു ആചാര്യൻ, ഒരു ഗുരു പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അതിനെപ്പറ്റി നമ്മൾ ഒരു ആചാര്യൻ്റെ അടുത്തിട്ട് എനിക്ക് നല്ല ജോലി കിട്ടുമോ, എൻ്റെ ശമ്പളം കയറ്റി കിട്ടുമോ, എനിക്ക് നല്ല കുടുംബം ഉണ്ടാവുമോ, വീടുണ്ടാവുമോ, ഇതൊന്നല്ല നമ്മൾ ആചാര്യന്മാരുടെ ഗുരുമാരാജന് ചോദിക്കേണ്ടത്. നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് ആധ്യാത്മിക തലത്തിൽ എങ്ങനെ ഉയരാം, എങ്ങനെ നല്ലൊരു ഭക്തനാവാം, എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ചോദിക്കേണ്ടത്. പരിപ്രശ്നേന സേവയ അല്ലെ, എന്താണ് പറയുന്നത്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനേന തത്വദർശനം. So he is the supreme personality of servitor God. It is worthwhile to take shelter of such a steady devotee who is called Ashraya Vigraha, Ashraya, shelter, or the manifestation or form of the Lord, of whom one must take shelter. ശ്രീല രൂപ ഗോസ്വാമി ഭക്തി രസാമൃതസിന്ധുവിലും പറയുന്നത് ആദ്യം ഗുരുവിന്റെ ഷെൽട്ടർ 64 ഐറ്റംസ് ഓഫ് ഡിവോഷൻ സർവീസ് പറയുന്ന ആദ്യത്തെ എന്താണ്? ആദ്യം ഗുരുവിന്റെ ഷെൽട്ടർ എടുക്കുക, പിന്നെ ദീക്ഷ എടുക്കുക, ഗുരു ആശ്രയ, പിന്നെ ഇനീഷ്യേഷൻ. അല്ലെ, അത്രയും പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഗുരു ഇല്ലാണ്ട് നമുക്ക് ഡെലിവറൻസ്, മുക്തി വളരെ ബുദ്ധിമുട്ടാണ്. എക്സെപ്ഷണൽ കേസസ് ഉണ്ടായിരിക്കാം, അതല്ല ഇവിടെ പറയുന്നത്. ജനറലി സ്പീക്കിംഗ് ഗുരു ഇല്ലാണ്ട് നമുക്ക് മുക്തി കിട്ടില്ല. അപ്പൊ ഗുരു മസ്റ്റാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രഭാത ഈ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്.
If one poses himself as an acharya but does not have an attitude of servitorship to the Lord, he must be considered an offender. ഒരു അപരാധിയുടെ കാണുന്ന പറയുന്നത്. And this offensive attitude disqualifies him from being an acharya. അതായത് ആചാര്യൻ എന്ന് പറയും ചെയ്യാം, നമ്മൾ സേവന മനോഭാവം ഇല്ലെങ്കിൽ is an offender, a partiality, is an അപരാധി എന്ന് പറയുന്നു. The bona fide spiritual master always engages in unalloyed devotional service, the supreme personality of Godhead. By this test, he is known to be a direct manifestation of the Lord and a genuine representation of Nityananda Prabhu. അതുകൊണ്ട് ഗുരു അല്ലെങ്കിൽ ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഡയറക്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ്. അതേപോലെ നിത്യാനന്ദ പ്രഭു അല്ലെങ്കിൽ ബലറാമിന്റെ ജെനുവിൻ റെപ്രസെന്റേറ്റീവ് ആണ്, ആദി ഗുരുവാണ്. Such a spiritual master is known as Acharya Deva. Influenced by an envious temperament and dissatisfied because of an attitude of sense gratification, mundainers criticize a real Acharya. In fact, however, a bona fide Acharya is non-different from the personality of Godhead. അപ്പോൾ ചിലവര് അതായത് ശത്രുത, അതായത് അസൂയ, കുശുംബ എന്നൊക്കെ പറയില്ല, അതുകൊണ്ട് ശരിക്കുള്ള ആചാര്യന്മാരെയും അവര് എന്ത് ചെയ്യും, അവര് നിന്ദിക്കും ചില ആൾക്കാർ. അതാണ്, അതായത് ഈ ഭൗതിക ലോകത്തിൽ അങ്ങനെയുള്ളൂ, ശത്രുത, അസൂയ, അതൊക്കെ സാധാരണയാണ്. അപ്പൊ ശരിക്കുള്ള ആചാര്യന്മാരും അവര് നിന്ദിക്കാറുണ്ട്. അതൊന്നും ആചാര്യന്മാര് ചെവിക്കൊള്ളില്ല. In fact, however, a bona fide acharya is not different from the personality of Godhead, and therefore to envy such an acharya is to envy the personality. അങ്ങനെ നമ്മളൊരു ഗുരുവിനെ നിന്ദിക്കുകയാണെങ്കിൽ അത് ഭഗവാനെ നിന്ദിച്ചതിന് തുല്യമാണ്. This will produce an effect subversive of transcendentalization. അങ്ങനെ ചെയ്താൽ നമ്മള് ആ ഭക്തി മാർഗത്തില് മുന്നോട്ടല്ല പോവുക, പിന്നോട്ടാണ് പോവുക. നമ്മളുടെ സുഹൃത്തി എല്ലാം ക്ഷയിക്കുകയാണ് ചെയ്യുക. നമ്മളൊരു വൈഷ്ണവനെ നിന്ദിച്ചാൽ അപരാധം. ഓക്കെ, അതായത് പാപവും അപരാധവും. പാപത്തിന് പിന്നെയും പ്രായശ്ചിത്തം ചെയ്യാം, അപരാധത്തിന് പ്രായശ്ചിത്തില്ല. ആരെയാണോ അപരാധം ചെയ്ത് അവര് നമ്മളോട് ക്ഷമിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഈവൻ ഭഗവാനും കൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം ദുർവാസാവിന്റെയും അംബരീഷ് മഹാരാജാവിന്റെയും കഥ. ഭഗവാന്റെ അടുത്ത് പോയി ചെയ്യുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ആരാണോ അപരാധം ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കുക. അങ്ങനെയാണ് ദുർവാസ മുനി അംബരീഷ് മഹാരാജാവിന്റെ അടുത്ത് വന്നിട്ട് അപേക്ഷിച്ചത്, മാപ്പ് ചോദിച്ചത്. അതുകൊണ്ട് അപരാധം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരോടും ഒരു തരത്തിലും നമ്മൾ അപരാധം ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഗ്രോസ് ആയിട്ടുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെയും അതിന് നമുക്ക് എന്തെങ്കിലും പ്രതിവിധിന്റെ അറ്റോൺമെന്റ് ചെയ്യാൻ പറ്റും, പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. എന്നാ എവിടെ വൃന്ദാവനത്തിൽ പോവുക, അയോധ്യയിൽ പോവുക, കാശിയിൽ പോവുക, നവദ്വീപിൽ പോവുക, പ്രയാഗിൽ പോവുക, അങ്ങനെ പല സ്ഥലത്തും പല പുണ്യസ്ഥലത്തും, രാമേശ്വരത്ത് പോവുക, പുണ്യസ്ഥലത്തും പോയിട്ട് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും. അതിന് ഉണ്ട്, അറ്റോൺ ചെയ്യാൻ പറ്റും. പക്ഷെ വീണ്ടും അത് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ആവർത്തിച്ചാൽ ആന നന്നായി കുളിച്ചിട്ട് കരയിൽ വന്നിട്ട് മണ്ണ് വാരി ദേഹത്തിരുന്ന പോലെ ആവരുത് അറ്റോൺമെന്റ്. ഓക്കെ, അതുകൊണ്ട് അപരാധം വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. So as mentioned previously, a disciple should always respect the spiritual master as a manifestation of Sri Krishna. But at the same time, one should always remember that a spiritual master is never authorized to imitate the transcendental pastimes of the Lord. അപ്പൊ ഭഗവാന്റെ ആ ലീലകളൊന്നും സ്പിരിച്വൽ മാസ്റ്റർ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തൻ്റെ ഗുരു മഹാരാജാവിന്റെ, തൻ്റെ ഗുരുജനങ്ങളുടെ ഒരു കാര്യങ്ങളും ശിഷ്യന്മാരും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. False spiritual masters pose themselves as identical with Sri Krishna in every respect to exploit the sentiments of the disciples. But such impersonalists can only mislead the disciples, for their ultimate aim is to become one with the Lord. This is against the principles of the devotional cult. അതായത് വൈഷ്ണവ സമ്പ്രദായ പ്രകാരം ഒരിക്കലും ഒരു ഗുരുവും ഭഗവാനായിട്ട് കാണാൻ പാടില്ല. ഒരു സമ്പ്രദായത്തിലും കാണാൻ പാടില്ല. പക്ഷെ വൈഷ്ണവനിൽ ഒരിക്കലും ചെയ്യില്ല. മറ്റുള്ള ചില സമ്പ്രദായത്തിൽ പല ആൾക്കാരും പറയും ഞാൻ ഈശ്വരന് തുല്യം, ഈശ്വരനാണ്, ഞാൻ ഈശ്വരന്റെ അവതാരമാണ്. പക്ഷെ അതിനൊന്നും യാതൊരു എവിഡൻസും ഇല്ല, ഒരു പ്രൂഫും ഇല്ല. അപ്പൊ അതൊന്നും അത് യാതൊരു ഓതന്റിസിറ്റി ഇല്ലാണ്ട് നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിൽ നമ്മൾ ചെന്ന് പെട്ടതാണ് നമ്മുടെ നിർഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് against the principles of devotional cult. The real Vedic philosophy is Achintya Veda Veda Tattva. ഇതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അത്.
അചിന്യ ഭേദ അഭേദ, സൈമിൾട്ടേനിയസ് വൺനെസ് ബട്ട് ഡിഫറെന്റ്. നമുക്ക് നമ്മുടെയും ഭഗവാന്റെയും ക്വാളിറ്റിയിലെ യാതൊരു വ്യത്യാസമില്ല. അതായത് ആത്മാവിന്റെ സോൾ ലെവലില് സച്ചിദാനന്ദമാണ് ഭഗവാനും, സച്ചിദാനന്ദമാണ് നമ്മളും, സച്ചിദാനന്ദമാണ് ആത്മാവ്. പക്ഷേ ക്വാണ്ടിറ്റിയിലെ അണു വിഭു. ഓക്കെ, ഒരു സാഗരത്തിലെ ഒരു തുള്ളി വെള്ളം നമ്മളാണെങ്കിൽ സാഗരം ഭഗവാനാണ്. ക്വാണ്ടിറ്റിയിൽ ഡിഫറെന്റ്. അതാണ് അഭേദം, അതാണ് ഭേദം. അഭേദം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദമായിട്ടുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ ഭേദം അഭേദം, ഭേദമുണ്ട് അഭേദമുണ്ട്. ആ തത്വമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. which establishes everything to be simultaneously one with and different from the personality of Godhead. Srila Raghunath Das Goswami confirms that this is the real position of a bona fide spiritual master and says that one should always think of the spiritual master in terms of his intimate relationship with Mukunda, Sri Krishna. Srila Jiva Goswami in his Bhakti Sandarbha has clearly explained that a pure devotee's observation of the spiritual master and Lord Shiva as being one with the personality of Godhead exists in terms of their being very dear to the Lord, not identical with him in all respects. Following in the footsteps of Srila Raghunath Das Goswami and Srila Jiva Goswami, later Acharyas like Srila Vishwanath Chakravarti Thakura have confirmed the same truths. In his prayers to the spiritual master, Srila Vishwanath Chakravarti Thakura confirms that all the revealed scriptures except the spiritual master to be identical with the personality of Godhead because he is very dear and confidential. എല്ലാ റിവീൽഡ് സ്ക്രിപ്റ്റേഴ്സും എക്സെപ്റ്റ് ഇൻ ദ സ്പിരിച്വൽ മാസ്റ്റർ ഐഡന്റിക്കൽ, സെയിം ആണ്, ഭഗവാന് തുല്യമാണ്, റെപ്രസെന്റേറ്റീവ് ആണ്. Gaudiya Vaishnavas therefore worship Srila Gurudeva, the spiritual master, in the light of his being the servitor of the personality of Godhead. അപ്പോൾ നമ്മൾ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായം, ബ്രഹ്മ മാധവ ഗൗഡിയ വൈഷ്ണവ ആ ഒരു ഇതിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. 4 സമ്പ്രദായമുണ്ട്: ശരി സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം, ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. നമ്മൾ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം ബ്രഹ്മാവിന് തുടങ്ങിയത്, ശേഷം പ്രമീനന്റെ ആചാര്യ മാധവാചാര്യ, അതിനുശേഷം ചൈതന്യ മഹാപ്രഭു. അതുകൊണ്ടാണ് ബ്രഹ്മ മാധവ ഗൗഡിയ സമ്പ്രദായം. In all the ancient literatures of devotional service and in the more recent songs of Srila Narottama Das Thakura, Srila Bhaktivinoda Thakura and other unalloyed Vaishnavas, the spiritual master is always considered either one of the confidential associates of Srimati Radharani or a manifested representation of Srila Nityananda Prabhu. അപ്പോൾ നമ്മളുടെ വൈഷ്ണവ ഇത് പ്രകാരം നമ്മൾ എല്ലാ ആചാര്യന്മാരെയും, ഇതില് നരോത്തമ ദാസ് ഠാക്കൂറ്, ഭക്തിവിനോദ് ഠാക്കൂറ്, അങ്ങനെ എല്ലാ വൈഷ്ണവാചാര്യരുടെ ഇതില് പോയംസ് അല്ലെങ്കിൽ സോങ്സില് എന്താണ് അവർ പറയുന്നത്? ഇവരെല്ലാം ആരുടെ കോൺഫിഡൻസ് അസോസിയേറ്റ്സ് ആണ്? രാധാറാണിയുടെ അല്ലെങ്കിൽ മാനിഫെസ്റ്റഡ് റെപ്രസെന്റേഷൻ ഓഫ് ശ്രീല നിത്യാനന്ദ പ്രഭു. മിക്ക ആൾക്കാരും മഞ്ചരി ഭാവത്തിലാണ്. എല്ലാ ആചാര്യന്മാരും വൈഷ്ണവ സമ്പ്രദായത്തിലെ മിക്ക ആചാര്യന്മാരും ആരാണ്? അവരെല്ലാം മഞ്ചരി ഭാവത്തിലാണ്. അതല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്? ഓർ എ മാനിഫെസ്റ്റഡ് റെപ്രസെന്റേഷൻ ഓഫ് ശ്രീല നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് വൈഷ്ണവ ആചാര്യന്മാരെ നമ്മളെല്ലാവരും കാണുന്നത്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 47 മുതൽക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमः. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंदे. हरि हरि बोल. हरे कृष्ण.